ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നീ ഒന്ന് പുറത്തിറങ്ങി വാ. ഞാൻ ആ പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് കറങ്ങാം. ഒരു 5:30 ആകുമ്പോഴത്തേക്കും നിന്നെ തിരിച്ചു കൊണ്ടുവിടാം. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു അവൾക്കും തോന്നിയത്. അവനെ കാണാൻ അവളും ആഗ്രഹിച്ചിരുന്നു. മരിയ വളരെ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയതിനു ശേഷം താഴേക്കിറങ്ങി വന്നിരുന്നു. നോക്കിയപ്പോൾ വാർഡന്റെ മുറിയിൽ അവരൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ അവൾ അവരുടെ മുറിയിലേക്ക് ചെന്നു. അവളെ കണ്ടതോടെ അവരൊരു പുഞ്ചിരി സമ്മാനിച്ചു. എന്താ കുട്ടി? അവർ മലയാളം പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾക്ക് അത്ഭുതം തോന്നി. അവർ തമിഴ് സ്ത്രീ ആയിരിക്കുമെന്നാണ് കരുതിയത്. അമലയും സണ്ണിയും ഒക്കെ അവരോട് തമിഴിലാണ് സംസാരിച്ചിരുന്നത്. മേഡത്തിന് മലയാളം അറിയാമോ? അത്ഭുതപൂർവ്വം അവൾ ചോദിച്ചു. എൻ്റെ നാട് പാലക്കാടാണ്. ഒന്നോ രണ്ടോ വാക്കിലാണ് അവരുടെ മറുപടികൾ മുഴുവൻ. അളന്ന് മുറിച്ച് മാത്രം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അവരെന്ന് തോന്നി. ഞാൻ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി വൈകുന്നേരത്തിന് മുൻപ് തിരിച്ചു വരാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പുറത്തു പോകുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ സമയത്തിന് മുൻപ് തിരിച്ചു വരണം. ഇല്ലെങ്കിൽ പിന്നെ വെളിയിൽ നിൽക്കേണ്ടി വരും. ഞാൻ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം ഇത് ചെന്നൈയാണ്. പെൺകുട്ടികൾക്ക് നശിച്ചു പോകാൻ ഒരുപാട് സാധ്യതകളുള്ളൊരു നാട്. ആ ഓർമ്മ പലർക്കും ഉണ്ടാവാറില്ല. ഇവിടെയുള്ള പല പീജികളിലും അങ്ങനെ സമയമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും തോന്നുമ്പോൾ വന്ന് കയറാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സമയം വളരെ അത്യാവശ്യമാണ്. അത് പാലിച്ചില്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ അനുഭവം തന്നെ ഉണ്ടാകും. അവരത് പറഞ്ഞപ്പോൾ ഒരു പരിഭ്രമം അവളിൽ ഉണ്ടായി. ഇല്ല മേഡം, ഞാൻ വളരെ വേഗം പെട്ടെന്ന് തന്നെ വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഓക്കെ, എന്തിനാണ് പോകുന്നതെന്ന് ഈ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് പൊയ്ക്കോളൂ. അവരൊരു വലിയ ബുക്ക് അവൾക്ക് നേരെ നീട്ടി. അവൾ അതിൽ ഷോപ്പിംഗ് എന്ന് മാത്രം അടയാളപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്കിറങ്ങി. അവിടെ നിന്നും എങ്ങോട്ട് നടക്കണമെന്ന് അവൾക്ക് തീരെ നിശ്ചയമുണ്ടായിരുന്നില്ല. എങ്കിലും അവിടെ നിന്നിറങ്ങി കുറച്ച് ദൂരം അവൾ നടന്നതിന് ശേഷമാണ് ബാഗിൽ നിന്നും ഫോൺ എടുത്തതും അതിൽ നിന്ന് സോളമനെ വിളിച്ചതും. ഞാൻ ഇറങ്ങി, അവൾ പറഞ്ഞു. ഞാനും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിങ്ങിലാണ്. നീ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് ഇട്ടേക്ക് വാട്സപ്പിൽ. അതെങ്ങനെ ഇടുന്നേ? എനിക്കറിയില്ല. ബെസ്റ്റ്, നീ വാട്സപ്പ് എടുക്കുക. അതിനുശേഷം ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കാണിച്ചിരിക്കുന്ന എടുക്ക്. അവൻ പറഞ്ഞ അനുസരിച്ച് അവൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ലൊക്കേഷൻ കയ്യിൽ കിട്ടിയതും സ്ഥലം ഏതാണെന്ന് ഏകദേശ രൂപം അവന് കിട്ടിയിരുന്നു. മരിയോട് പറഞ്ഞതുപോലെ കൃത്യം 10 മിനിറ്റിനുള്ളിൽ അവൻ്റെ കാറ് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തോന്നിയതെന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു മരിയ. അപ്പോൾ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണമെന്നാണ് അവൾക്ക് തോന്നിയത്. കുറച്ച് സമയം കൊണ്ട് അത്രത്തോളം ഒറ്റപ്പെടൽ താൻ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയൊന്നും തോന്നിയില്ലെന്ന് അവനോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവൻ്റെ അസാന്നിധ്യം തന്നിൽ നിറച്ച വേദന അതെത്ര വലുതാണെന്ന് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൾ അറിയുകയായിരുന്നു. സമാനമായ അവസ്ഥയിലൂടെയായിരുന്നു സോളമനും കടന്നുപോയത്. അവളെ കണ്ട നിമിഷം വല്ലാത്തൊരാശ്വാസമാണ് അവനും തോന്നിയത്. ജീവൻ തിരികെ കിട്ടിയതുപോലെയുള്ളൊരനുഭവം. അകറ്റാൻ ശ്രമിക്കും തോറും അടുക്കാൻ വെമ്പുന്ന ശക്തിയുള്ള പ്രണയം ഇരുവരിലും നിറഞ്ഞൊഴുകി. പെട്ടെന്ന് വന്ന് കരയെ വാരിപ്പുണർന്ന് കടലിലേക്ക് കൊണ്ടുപോകുന്ന തിരമാലകളെ പോലെ പ്രണയം ഇരു മനസ്സുകളെയും കവർന്നെടുക്കുന്നു. വാ, കയറ്. സന്തോഷത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അതിലേറെ സന്തോഷത്തോടെ മുൻസീറ്റിലേക്ക് കയറുകയും ചെയ്തു. കയറിയ പടെ അവളുടെ കൈകൾക്ക് മുകളിൽ അവൻ കൈകൾ വെച്ചു. ഏറെ സ്നേഹത്തോടെ അതിലേറെ പ്രണയത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇത്ര നേരം എൻ്റെ നെഞ്ച് പൊട്ടിപ്പോവായിരുന്നു നിന്നെ ഒന്ന് കാണാതെ. വണ്ടി ഒരു തണൽ മരത്തിന് സൈഡിൽ ഒതുക്കി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. എൻ്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ഞാൻ പിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവളത് പറഞ്ഞത്. അവൻ ചെറുചിരിയോടെ അവളുടെ താടിയിൽ പിടിച്ചു ചോദിച്ചു. ആണോ? അവളുടെ മുഖത്തോടടുത്ത് അവൻ്റെ നിശ്വാസം. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് തോളിൽ കൈയിട്ട് പിടിച്ചു. ആരെങ്കിലും കാണുമോ ചായ? എടി പെണ്ണെ, ഇത് കേരളമല്ല. അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ആരും നോക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിപ്പോവും. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ആരാൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി നടക്കുന്നവരല്ല ഇവിടെയുള്ളവർ. എങ്കിലും വേണ്ട, ഇതൊക്കെ മോശമാണ്. നിൻ്റെ ഒരു കാര്യം. ഞാൻ നിന്നെ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല. നീ പേടിക്കണ്ട. കുറച്ചു നേരം നെഞ്ചോടിങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടിയാ. വീട്ടിൽ ചെല്ലുമ്പോൾ നിൻ്റെ മണം ഈ ഷർട്ടിലുണ്ടാവില്ലേ, അതിനു വേണ്ടിയാണ്. അവളുടെ കൈവിരലുകൾ വെറുതെ തഴുകിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞപ്പോൾ അവനോട് വല്ലാത്ത സ്നേഹം തോന്നിയിരുന്നു അവൾക്ക്. അവൻ്റെ കൈകൾക്കിടയിൽ അവളുടെ വിരലുകൾ മുറുകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു.
ചാരിക്കിടന്ന നെഞ്ചിലെപ്പോഴോ അവളുടെ ചുംബനം ഒരു ചൂട് തീർത്തു. ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയപ്പോൾ കണ്ണടച്ച് തൻ്റെ നെഞ്ചിൽ താളം കേട്ട് ഉറങ്ങുകയാണ് കിടക്കുകയാണ് പെണ്ണ്, ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ. അവൻ അവളുടെ മുടിയിൽ തഴുകി. ഇടയ്ക്ക് അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ മുദ്ര തീർത്തു. കുറേ സമയം അങ്ങനെയിരുന്നു. തനിക്കൊപ്പം അങ്ങനെ ഇരിക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയിരുന്നു അവന്. അവൾക്ക് മതിയാവോളം അങ്ങനെ ഇരിക്കട്ടെ എന്ന് അവനും കരുതി. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. പക്ഷെ അവളുടെ മുടിയിൽ തഴുകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഉറക്കമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. നെഞ്ചിൽ നിന്നും ചൂടകന്നപ്പോൾ അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി. അവൾ തന്നെ നോക്കുകയാണ്. ആ കണ്ണുകളിൽ അവന് പരിചിതമല്ലാത്തൊരു ഭാവം. കണ്ണുകൾ കൊണ്ട് എന്താണെന്ന് അവൻ ചോദിച്ചു. ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ കവിളിൽ പതിഞ്ഞു. ഒരു നിമിഷം അവനും അമ്പരന്ന് പോയിരുന്നു. അങ്ങനെയൊരു കാര്യം അവൾ ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കൊത്തിരി ഇഷ്ടം തോന്നിയിട്ട. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടെയോ നോക്കി അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് അവൾക്ക് വേണ്ടി മാത്രം ഒരു കുസൃതി ചിരിമിന്നി. മറ്റെവിടെയോ നോക്കിയിരിക്കുന്നവളെ ഒറ്റ വലിക്ക് തന്നോട് ചേർത്ത് ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ അധരത്തിൽ ഒരു ചെറു ചുംബനം അവൻ സമ്മാനിച്ചു. റോസാപ്പൂവിൽ തൊടും പോലെയാണ് അവന് തോന്നിയത്. അത്രയ്ക്കും മൃദുലമാണ് ആധരങ്ങൾ. എനിക്കും ഒത്തിരി ഇഷ്ടം തോന്നിയിട്ട. അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ കൂർപ്പിച്ച് നോക്കിയവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരു പ്രത്യേക രുചിയല്ലേ നിന്റെ ഈ ചുണ്ടുകൾക്ക്? പുളിയും മധുരവും ഇടകലരുന്ന മുന്തിരിയുടേതുപോലെയുള്ളൊരു രുചി. മേൽമീശ കടിച്ച് കണ്ണിറുക്കി കാണിച്ചവൻ പറഞ്ഞു. നാണത്താൽ ചുവന്നു പോയവൾ അത് കണ്ടിട്ടെന്ന വണ്ണം ഒരു കണ്ണിറുക്കി അവളെ കാണിച്ചവൻ ചോദിച്ചു, പോകാം. എങ്ങോട്ട്? ഈ ലോകത്തിൻ്റെ അറ്റത്ത്. ഏറെ പ്രണയത്തോടെ വീണ്ടും അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. എവിടെ വേണേലും ഇച്ചായനുണ്ടേ ഞാൻ വരും. എനിക്കത്രയ്ക്കിഷ്ടമാണ്. അവളുടെ ഉള്ളിൽ നിന്നായിരുന്നു ആ മറുപടി എന്ന് വ്യക്തമായിരുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് കണ്ണ് ചിമ്മി കാണിച്ചു. പിന്നെ വണ്ടിയെടുത്തു. യാത്രയിലുടനീളം അവൻ ചോദിച്ചത് ഹോസ്റ്റലിനെ കുറിച്ചായിരുന്നു. പിന്നെ അമല പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും. ഇതുവരെ ഇല്ലാത്ത ഉത്സാഹത്തോടെ ഓരോ വിശേഷങ്ങളും അവനോട് പങ്കുവെക്കുന്നുണ്ടവൾ. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. തന്നെ കണ്ടപ്പോൾ മുതൽ കലപില വർത്തമാനമാണ് പെണ്ണ്. അങ്ങനെ പൊതുവെ അവൾ സംസാരിക്കുന്നതല്ല. ഇന്നിപ്പോൾ തൻ്റെ സാന്നിധ്യം അവളിൽ നിറച്ചത് ചെറിയ സന്തോഷമല്ലെന്ന് അവന് തോന്നി. അതാണ് ഈ ഉത്സാഹം. വാത്സല്യത്തിൽ കലർന്ന സ്നേഹത്തിനപ്പുറം മറ്റൊരു വികാരവും അവളോട് അവന് തോന്നുന്നില്ല. ഉള്ളു മുഴുവൻ അവളോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്രമേലൊന്നിനെ താൻ തീവ്രമായി ഇതിനു മുൻപ് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. പണ്ടേതോ ബുക്കിൽ വായിച്ചിട്ടുണ്ട്, പ്രണയം ജന്മാന്തരങ്ങളുടെ അന്വേഷണമാണെന്ന്. അത് സത്യമാണെന്ന് തോന്നിയത് ഇവളെ കണ്ട ശേഷമാണ്. അവൻ ചിരിയോടെ അവളുടെ കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ചു. അവൻ നേരെ പോയതൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവൾ കഴിക്കാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ ഒന്നും കഴിച്ചില്ലെന്നും തനിക്ക് വേണ്ടി ഒരു കമ്പനി തരാനും പറഞ്ഞ് അവൻ നിർബന്ധിച്ചു. അവൾ പോകുന്നതിന് മുൻപ് എന്തോ കഴിച്ചതാണെന്ന് അവൻ ഓർത്തു. അവിടെ ചെന്നിട്ടൊന്നും കഴിച്ചും കാണില്ല. ഇനി വൈകുന്നേരം മാത്രമേ കഴിക്കാൻ പറ്റൂ. അതൊക്കെ ഓർത്താണ് അവൻ വിശപ്പില്ല എങ്കിൽ പോലും അവളെ കഴിപ്പിക്കാമെന്ന് കരുതി ഹോട്ടലിൽ കയറിയത്. എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് അവൻ തിരക്കിയപ്പോൾ ബിരിയാണി അല്ലാതെ അവരുടെ മെനുവിലുള്ള ഒരു ഭക്ഷണവും അവൾ കഴിച്ചിട്ട് പോലുമില്ല. അവനോട് എന്തു പറയുമെന്നറിയാതെ അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് അവൻ തന്നെയാണ് ഓർഡർ പറഞ്ഞത്. മരിയയ്ക്ക് പേര് പോലും അറിയാത്ത എന്തൊക്കെയോ വിഭവങ്ങൾ മുന്നിലെത്തി. ഓരോന്നും അവളുടെ പ്ലേറ്റിലേക്ക് ശ്രദ്ധയോടെ വച്ചു കൊടുക്കുന്നവനെ അത്ഭുതത്തോടെ അവൾ നോക്കി. അവൻ അവളോടുള്ള സ്നേഹത്തിൽ കരുതലിൽ സ്പർശം നിറഞ്ഞു. അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പെണ്ണൊരുത്തിയെ നോക്കി അവൻ ചോദിച്ചു, എന്തേ വാരിത്തരണോ? കുസൃതിയോടെ പറയുന്നവനെ കാണെ അവളുടെ മുഖം നാണത്താൽ ചുവന്നു. മുഖം ഈ തക്കാളി തോൽക്കും നിലയിലെത്താൻ മാത്രം ഞാൻ എന്തു പറഞ്ഞിട്ട് മറിയാമേ? നീ ഇങ്ങനെ പബ്ലിക്കായിട്ട് മുഖമിടയ്ക്ക് ചുവപ്പിച്ച് എൻ്റെ കൺട്രോള് കളയല്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ പറഞ്ഞപ്പോൾ അവൾ അറിയാതെ ചിരിച്ചുപോയി. കഴിക്കും. ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചവൻ പറഞ്ഞു. ഒപ്പം തന്നെ തൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു ചപ്പാത്തി കറിയിൽ മുക്കി അവളുടെ വായിലേക്ക് നീട്ടി. ഒരു നിമിഷം അല്പം ചമ്മൽ തോന്നിയെങ്കിലും ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവളത് സന്തോഷപൂർവ്വം വാങ്ങി. കുറച്ചു കഴിഞ്ഞതും ഇരുവരും മാളിലേക്കാണ് പോയത്. അവളെ കൊണ്ട് അവൻ നേരെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി. കാര്യം മനസ്സിലാകാതെ അവൾ അവനെ നോക്കി. നിനക്ക് നല്ല കുറച്ച് ഡ്രസ്സ് എടുക്ക്, അവൻ പറഞ്ഞു. അയ്യോ വേണ്ട, ഇപ്പോൾ ഒരുപാടുണ്ട്. അവൾ മടിച്ചു. നിന്നോട് ഞാൻ വേണോന്നല്ലല്ലോ ചോദിച്ചത്, എടുക്കാനല്ലേ പറഞ്ഞത്. പോയി നോക്കിയെടുക്ക്, അവൻ പറഞ്ഞപ്പോൾ അവൾ മടിച്ചു. കുർത്തയും സൽവാറും ഒക്കെ നോക്കി. സൽവാർ സെറ്റൊക്കെ തുടങ്ങുന്നത് തന്നെ 3000 രൂപയിലാണ്.
അവൾക്ക് വില കണ്ട ഭയം തോന്നി. വില കുറഞ്ഞത് നോക്കിപ്പോയിട്ടൊന്നും കാണുന്നുമില്ല. അപ്പോഴേക്കും സോളമൻ എത്തി. ഇതുവരെ ഒന്നുപോലും എടുത്തില്ലേ? അത് പിന്നെ എല്ലാത്തിനും ഭയങ്കര വിലയാ. നമുക്ക് ചെറിയ ഷോപ്പിൽ വല്ലതും പോവാം. അവൻ അവളെ അല്പം ദേഷ്യത്തോടെ നോക്കി. വില നോക്കാൻ ഞാൻ പറഞ്ഞോ? നിനക്കിഷ്ടമായത് നോക്കി എടുക്കുവച്ചേ, അവൻ പറഞ്ഞു. അവൾ മടിച്ചു നിന്നപ്പോൾ അവൾക്ക് ചേരുന്നതെന്ന് തോന്നുന്ന കുറച്ച് ഡ്രസ്സ് അവൻ തന്നെ സെലക്ട് ചെയ്തു. അവൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ, എന്നാൽ ഒട്ടും മോശമല്ലാത്ത ടൈപ്പ്, അല്പം മോഡേൺ വസ്ത്രങ്ങളായിരുന്നു അത്. അവൾക്ക് ഇണങ്ങുന്നുണ്ടോ എന്ന് അവളുടെ ശരീരത്തിൽ വെച്ച് നോക്കിയാണ് അവൻ അതൊക്കെ എടുത്തത്. വേറെ വല്ലതും വേണോ? 5-6 ഡ്രസ്സ് വാങ്ങിയിട്ട് പിന്നെയും ചോദിക്കുന്നവനെ അത്ഭുതത്തോടെ അവൾ നോക്കി. അവൾ വേണ്ടെന്ന് ചുമല് കൂച്ചി. ബില്ലിംഗ് സെക്ഷനിൽ എത്തിയപ്പോൾ 20,000 രൂപയ്ക്ക് മുകളിലാണ് ബില്ല്. അവൾ വീണ്ടും അമ്പരപ്പോടെ അവനെ നോക്കി. അവനൊരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. പാക്ക് ചെയ്ത കവറുകൾ അവളുടെ കയ്യിൽ കൊടുത്തു. സെയിൽസ് ഗേൾ അതും വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ പറഞ്ഞു, ഇപ്പം ഇത്രയും പൈസ കളയണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലോരും ഉപയോഗിച്ച ഡ്രസ്സ് ഇനി നീ ഇടണ്ട. അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അന്ന് ആനിയാൻറ്റി തന്ന ഡ്രസ്സൊക്കെയല്ലേ നീ ഉപയോഗിക്കുന്നേ? അന്നേ ഞാൻ ഓർത്തതാണ് നിനക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കണമെന്ന്. പിന്നെ നീ വീട്ടിൽ നിൽക്കുമ്പോൾ ഡ്രസ്സ് വാങ്ങിത്തന്ന മമ്മ കാണില്ലേ? പിന്നെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാ അത് വേണ്ടെന്ന് വച്ചത്. അവൾ അവനെ അത്ഭുതപൂർവ്വം നോക്കി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നുപോവല്ലേ?